നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ജി എസ് ടി ആണ്. ജി എസ് ടിയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് പഠിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ക്ലാസ് 10 ഡേയ്സ് ആണ് വരുന്നത്. ഡെയിലി 1 മണിക്കൂറാ ക്ലാസ്. ക്ലാസിന്റെ സമയം ഈ സെയിം ടൈമാണ്, 9 PM ടു 10 PM. ഈ 10 ഡേയ്സ് കൊണ്ട് നമുക്ക് ജി എസ് ടിയുടെ എല്ലാ പ്രാക്ടിക്കൽ കാര്യങ്ങളും വളരെ അഡ്വാൻസ് ലെവലായിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാൻ സാധിക്കും. ഈ 10 ഡേയ്സ് കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ എല്ലാവരും ഇതെല്ലാം പഠിച്ച ശേഷം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ടും ചെയ്ത് കൊടുക്കാനും സ്വന്തമായി ചെയ്യാനും സാധിക്കും. ഇപ്പൊ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ഉടൻ തന്നെ കംപ്ലീറ്റ് നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. ആദ്യം 10 ഡേയ്സ് കൊണ്ട് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കിയ ശേഷം സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഒരു വെബ്സൈറ്റ് ID ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതിലൊക്കെ പ്രാക്ടീസ് ആക്കിയ ശേഷം സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡൗട്ട്സ് വരും, ഉറപ്പായിട്ടും സംശയങ്ങൾ വരും. ഏത് കോഴ്സ് ആയാലും എത്ര പഠിച്ചാലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ സംശയങ്ങൾ വന്നിരിക്കും. ക്ലിയർ അല്ലേ? ഇവിടെ ജി എസ് ടി റിട്ടേൺസ്, ജി എസ് ടി പേയ്മെന്റ്, അത്തരം കാര്യങ്ങൾ, ഇ വേ ബില്ല്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച ശേഷം സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡൗട്ടുകൾ വരുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ എന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്യാൻ സാധിക്കും. അത് 1-2 മാസം കഴിയുമ്പോൾ നിങ്ങൾ എന്താവും, ഓട്ടോമാറ്റിക്കലി അതിൽ ലെവലായി മാറിക്കോളും. ഓക്കെ, സോ നമ്മുടെ ഈ 10 ഡേയ്സ് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്, അത് ആദ്യം പറയാം. നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം ജി എസ് ടി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ്. അല്ലെ? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ജി എസ് ടി രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നായിരിക്കും ആദ്യമായിട്ട് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന പ്രാക്ടിക്കൽ കാര്യം. അതും ജി എസ് ടിയുടെ ഗവൺമെന്റ് സൈറ്റ് ഉണ്ട്. അഡ്രസ്, ആ സൈറ്റിൽ കയറേണ്ട അഡ്രസ് www.gst.gov.in. ഇതാണ് ഗവൺമെന്റ് അഡ്രസ്. നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ആ സെർച്ച് ബാറിൽ പോയി ഈ അഡ്രസ് അടിച്ചു കൊടുത്ത് എന്റർ കീ പ്രസ് ചെയ്താൽ മതി. ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ക്ലിയർ? അപ്പോ ജി എസ് ടി ഗവൺമെന്റ് സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ജി എസ് ടിയുടെ ഗവൺമെന്റ് സൈറ്റ്, എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ജി എസ് ടിയുടെ ഗവൺമെന്റ് സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ആ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ആക്കിയത്? അങ്ങനെ ഇപ്പൊ നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയാണ് ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ആക്കിയതെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം കാണാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ആ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമിന്റെ പേരാണ് REG01. ക്ലിയർ അല്ലേ? സിമ്പിളായി മനസ്സിലാക്കിയാൽ മതി. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഗവൺമെന്റ് ജി എസ് ടിയുടെ ഒഫീഷ്യൽ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആ സൈറ്റ് ഓപ്പൺ ആക്കേണ്ട ലിങ്ക്, ആ അഡ്രസ് ഇതാണ്. ഓപ്പൺ ആക്കിയ ശേഷം ആ സൈറ്റിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ആയിട്ട് ഒരു ഫോം ഉണ്ടാകും. ആ ഫോമിന്റെ പേരാണ് REG01. ഇപ്പൊ ഈ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോമായ REG01 നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഡാറ്റയൊക്കെ എൻ്റർ ചെയ്ത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ REG01 എന്ന ഫോമിനകത്ത് 2 പാർട്ട് വരുന്നുണ്ട്. പാർട്ട് A ഉണ്ട്, അതുപോലെ പാർട്ട് B ഉണ്ട്. ഈ 2 പാർട്ടിലും ഡാറ്റയൊക്കെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ മതി. അപ്പൊ എന്താകും,
രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയർ ആയിട്ട് ഞാൻ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം. ഓക്കെ, യെസ്. അതിപ്പോ ഏത് ടൈപ്പ് സ്ഥാപനമായാലും, ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിക്കോട്ടെ, ഇനി ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമായിക്കോട്ടെ, ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും അതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണോ ആവശ്യം വരിക അതെല്ലാം മനസ്സിലാക്കി രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങളെ ഞാൻ ഇവിടെ പഠിപ്പിക്കും. ഓക്കെ, ദെൻ രണ്ടാമത് അടുത്തതായിട്ട് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം എന്താണ്? അതായത് നിങ്ങൾ സങ്കല്പിക്കുക, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം, നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്ഥാപനം GST രജിസ്റ്റേർഡ് ആയി മാറിയിട്ടുണ്ട്. നിങ്ങൾ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു, രജിസ്ട്രേഷൻ എടുത്തു, GST നമ്പർ ഒക്കെ കിട്ടി. അങ്ങനെ രജിസ്റ്റേർഡ് സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും, മാൻഡേറ്ററി, നിർബന്ധമായിട്ടും എല്ലാ മാസവും മന്ത്ലി GST റിട്ടേൺസ് ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം, നിങ്ങളുടെ നല്ല ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്, GST നമ്പർ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ മാസവും GST റിട്ടേൺസ് ഫയലിംഗ് ചെയ്യേണ്ടതാണ്. എന്താണ് റിട്ടേൺ ഫയലിംഗ്? റിട്ടേൺ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ അതാത് മാസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായി GST അതോറിറ്റിയെ നമ്മൾ അറിയിക്കണം. അതായത് ഈ ഒരു മാസം എത്ര സെയില് നടന്നു, എത്ര പർച്ചേസ് നടന്നു, സെയില് നടന്നപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എത്ര GST കളക്ട് ചെയ്തു, പർച്ചേസ് നടത്തിയപ്പോൾ എത്ര GST സപ്ലയറിന് കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ മന്ത്ലി GST അതോറിറ്റിയെ അറിയിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ GST അതോറിറ്റിയെ മന്ത്ലി അറിയിക്കാൻ വേണ്ടി GSTന്റെ ഓഫീസിൽ നേരിട്ട് പോവേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്കിതൊക്കെ ഓൺലൈനായിട്ട് അതോറിറ്റി അറിയിക്കാൻ സാധിക്കും. ഓൺലൈനായിട്ട്. ഓക്കെ, അങ്ങനെ ഓൺലൈനായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഗവൺമെന്റ് സൈറ്റ് ഇല്ലേ, അതിനകത്ത് കയറുന്നേ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗവൺമെന്റ് സൈറ്റിൽ കയറിയപ്പോൾ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നു. പേരെന്താ? REG01. അതേപോലെ നമ്മൾ റിട്ടേൺസ് ഫയലിംഗ് ചെയ്യാൻ വേണ്ടി ഈ ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 2 ഓൺലൈൻ ഫോം കാണാൻ സാധിക്കും. 2 ഓൺലൈൻ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഓൺലൈൻ സൈറ്റിനകത്ത് അവൈലബിൾ ആയ ഈ 2 ഓൺലൈൻ ഫോമിൽ ഡാറ്റ എൻറ്റർ ചെയ്യണം. സെയിൽ ഇത്ര, പർച്ചേസ് ഇത്ര, ടാക്സ് ഇത്ര അടയ്ക്കാനുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ സൈറ്റിൽ അവൈലബിൾ ആയ 2 ഓൺലൈൻ ഫോം ഉണ്ട്, 2ലും എൻറ്റർ ചെയ്യുക. അങ്ങനെ ഡാറ്റ എൻട്രി നടത്തിയ ശേഷം 2 ഫോമിലും ഡാറ്റ എൻറ്റർ ചെയ്ത ശേഷം അവിടെ ഓൺലൈൻ ഫോം അല്ലേ, ഓൺലൈൻ ഫോം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സബ്മിറ്റ് ബട്ടൺ കാണും. നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതായത് ഓൺലൈൻ സബ്മിഷൻ ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? യെസ്, ഓൺലൈൻ സബ്മിഷൻ ചെയ്യേണ്ടതാണ്. ഇനി ഈ 2 ഫോമില്ലേ, 2 ഓൺലൈൻ ഫോമില്ലേ, ഈ 2 ഓൺലൈൻ ഫോമിനെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാം. ആ പേരാണ് റിട്ടേൺസ്. റിട്ടേൺസ്. ഇപ്പൊ എന്താണ് റിട്ടേൺ എന്ന ടേമിന്റെ അർത്ഥം? നമ്മൾ റിട്ടേൺ എന്ന് കേൾക്കുമ്പോൾ തിരിയുക അല്ലെ, അങ്ങനെയൊക്കെ മീനിങ് തോന്നും. പക്ഷെ അങ്ങനെയല്ല. റിട്ടേൺ എന്ന ടേമിന്റെ അർത്ഥം എന്താണ്? ഗവൺമെന്റ് സൈറ്റിനകത്ത് ഡാറ്റയൊക്കെ എൻറ്റർ ചെയ്ത്
അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി അവൈലബിൾ ആയ രണ്ട് ഓൺലൈൻ ഫോമിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിട്ടേൺസ്. ക്ലിയർ അല്ലേ? രണ്ട് റിട്ടേൺസ് ഉണ്ട്. രണ്ട് റിട്ടേണിനകത്തും ഡാറ്റ എൻറ്റർ ചെയ്ത് ഓൺലൈൻ സബ്മിഷൻ നടത്തണ്ടേ? ഈ ഓൺലൈൻ സബ്മിഷനെ പറയുന്ന മറ്റൊരു ടെക്നിക്കൽ ടേമാണ് ഫയലിംഗ്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് രണ്ട് റിട്ടേൺസ് മന്ത്ലി ഫയൽ ചെയ്യണം. രണ്ട് റിട്ടേൺസ് മന്ത്ലി നമുക്ക് ഫയലിംഗ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന എന്തോ രണ്ട് കാര്യങ്ങൾ നമ്മൾ അതോറിറ്റി അറിയിക്കുന്നു മന്ത്ലി. ക്ലിയർ അല്ലേ? യെസ്. ഇനി അറിയേണ്ടത് എന്താണ്? നമ്മൾ എന്തെല്ലാം രണ്ട് കാര്യങ്ങളാണ് അതോറിറ്റിയെ അറിയിക്കുന്നത് റിട്ടേൺ ഫയലിങ്ങിലൂടെ? ആ എന്തെല്ലാം കാര്യങ്ങളാണ് അതോറിറ്റി അറിയിക്കുന്നേ? അതാണ് ഇനി അറിയേണ്ടത്. എന്നാൽ അത് പറയും മുമ്പ്, എന്ത് കാര്യമാണ്, എന്തെല്ലാം ആ രണ്ട് കാര്യങ്ങൾ എന്ന് പറയും മുമ്പ് മറ്റൊരു കാര്യം അറിയാനുണ്ട്. ഈ രണ്ട് റിട്ടേൺസ് ഇല്ലേ, ഈ രണ്ട് റിട്ടേൺസിനും രണ്ട് പേരുണ്ട്. സ്പെസിഫിക് ആയിട്ട് രണ്ട് പേരിൽ അറിയപ്പെടും. ഒന്നാമത്തെ റിട്ടേണിന്റെ പേര് GSTR, GST റിട്ടേൺ, GSTR1 എന്ന് പറയും. രണ്ടാമത്തെ റിട്ടേണിന്റെ പേര് GST റിട്ടേൺ, GSTR3B എന്ന് പറയും. ക്ലിയർ അല്ലേ? GSTR1ഉം GSTR3Bയും ഇതാണ് രണ്ട് റിട്ടേൺസ്. അപ്പോ GSTR1ന്റെ ഫയലിങ്ങിലൂടെ എന്തോ ഒരു കാര്യം നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നു. അതുപോലെ GSTR3Bന്റെ ഫയലിങ്ങിലൂടെ മറ്റെന്തോ ഒരു കാര്യം നമ്മൾ അതോറിറ്റിയെ അറിയിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യാൻ? മനസ്സിലാക്കാൻ. യെസ്. ഇനി എന്ത് കാര്യമാണ് GSTR1ലൂടെ അതോറിറ്റി അറിയിക്കുന്നു നോക്കാം. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആ ഒരു മാസം എത്ര സെയിൽ നടന്നു, സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് GSTR1. ക്ലിയർ അല്ലേ? അപ്പോ GSTR1 എന്ന റിട്ടേൺ ഫോമിന്റെ ഫയലിംഗിന്റെ ആവശ്യം മനസ്സിലായല്ലോ. ആ മാസം എത്ര സെയിൽ ഉണ്ടായിരുന്നു, ആ സെയിൽ ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് GSTR1 എന്ന റിട്ടേണിന്റെ ആവശ്യം. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ മാസത്തെ GSTR1 ഫയൽ ചെയ്തോ ചോദിച്ചാൽ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ മാസത്തെ സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിച്ചോ എന്നാ ഉദ്ദേശിക്കുന്നത്. ഈ GSTR1ന്റെ ഡ്യൂ ഡേറ്റ് എന്നാ വരുന്നേ? ഡ്യൂ ഡേറ്റ് നെക്സ്റ്റ് മന്ത് 11th വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏത് മാസം? ഏപ്രിൽ മാസം അല്ലേ? ഏപ്രിൽ മാസത്തെ GSTR1 ചെയ്യേണ്ടത് അടുത്ത മാസം 11ാം തീയതിക്കുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം 1ാം തീയതി മുതൽ ഏപ്രിൽ മാസം 30ാം തീയതി ആകുമ്പോൾ ഈ മന്ത് അവസാനിക്കും അല്ലെ? ഇപ്പൊ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് ഒക്കെ GSTR1 എന്ന ഫോമിൽ ഡാറ്റ എൻറ്റർ ചെയ്ത് അടുത്ത മാസം മെയ് മാസം 1ാം തീയതി മുതൽ മെയ് മാസം 11ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക? ഫയലിംഗ് ചെയ്യേണ്ടതാണ്. ക്ലിയർ അല്ലേ? സോ മെയ് മന്ത് 11ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് ഫോർ ഫയലിംഗ്. ഏത് മന്തിന്റെ? ഏപ്രിൽ മാസത്തെ. ഇപ്പൊ കഴിഞ്ഞ മാസം മാർച്ച് മാസമായിരുന്നു. മാർച്ച് മന്തിന്റെ സെയിൽസ് ഒക്കെ GSTR1ലൂടെ എന്നാ ചെയ്യേണ്ടത്? ഈ മാസം 11ാം തീയതിക്കുള്ളിലായിരുന്നു. ക്ലിയർ അല്ലേ? മെതിരെന്നായിരുന്നു, ഇന്ന് 13ാം തീയതി അല്ലേ? ഓക്കെ, ആ ലോജിക്ക് കേട്ടോ. ഇനി ഈ GSTR1 ഉണ്ടല്ലോ, ഈ GSTR1ൽ സെയിൽസ് ഡീറ്റെയിൽസ് മാത്രമാണ് കാണിക്കേണ്ടത്. എങ്കിൽ പോലും ഇതൊരു ഡീറ്റെയിൽഡ് റിട്ടേൺ ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ടോട്ടൽ 23 ടേബിൾ വരുന്നുണ്ട് കേട്ടോ. 23 ടേബിൾസ് വരുന്ന ഒരു ഡീറ്റെയിൽഡ് ഫോമാണ് GSTR1. GSTR1ൽ എന്തിനാണ് 23ഓളം ടേബിൾസ് കാണുന്നേ? അതിന്റെ കാരണം
സെയിൽസ് ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, പ്രത്യേകം പ്രത്യേകം പല വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്യും, GSTR1 അപ്ഡേറ്റ് ചെയ്യും, ഡാറ്റ എൻറ്റർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടാകും B2B സെയില്. എന്താ B2B സെയില്? നമുക്ക് GST ഉണ്ടല്ലോ, നമ്മളെ പോലെ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക് നമ്മൾ സെയില് നടത്തിയിട്ടുണ്ടോ? ആ സെയിലാണ് GSTR1 B2B എന്ന ടേബിളിൽ കാണിക്കേണ്ടത്. അതുപോലെ അടുത്ത ടേബിളാണ് B2C. എന്താ B2Cയിൽ കാണിക്കേണ്ടത്? GST രജിസ്ട്രേഷൻ ഇല്ലാത്ത കസ്റ്റമേഴ്സ് ഇല്ലേ, അവർക്ക് നമ്മൾ സെയിൽ ചെയ്യുമല്ലോ, അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക്. അങ്ങനെ GST ഇല്ലാത്ത കസ്റ്റമർക്ക് നമ്മൾ നടത്തിയ സെയിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ B2C എന്ന GSTR1 ടേബിളിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അതുപോലെ B2B ഉണ്ട്, B2C ലാർജ് ഉണ്ട്, B2C സ്മാൾ ഉണ്ട്. അതുപോലെ ഡെബിറ്റ് നോട്ട് നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും, അതുപോലെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ഇതൊക്കെ സെയിൽ ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ്. സെയിൽസിന്റെ വാല്യൂ കുറയ്ക്കാൻ ക്രെഡിറ്റ് നോട്ട്, സെയിൽസിന്റെ വാല്യൂ കൂട്ടാൻ ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു രജിസ്റ്റേർഡ് കസ്റ്റമർ, അത് പ്രത്യേകം റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂഡ് ടു അൺരജിസ്റ്റേർഡ് കസ്റ്റമർ, അത് പ്രത്യേകം റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ ടാക്സ് ഇല്ലാത്ത സെയിലൊക്കെ ഉണ്ട്. ഇപ്പോ നിൽ റേറ്റ് സെയില്, എക്സംപ്റ്റഡ് സെയില്, നോൺ GST സെയില്, അത് പ്രത്യേകം റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യുന്നു, എന്ത് വിളിക്കാം, എക്സ്പോർട്ട്. എക്സ്പോർട്ട് കാണിക്കാൻ പ്രത്യേകം ടേബിൾ GSTR1 അതുപോലെ നമ്മൾ സെയിൽ ചെയ്യാമെന്നും പറഞ്ഞ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കും, ടാക്സ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് അഡ്വാൻസ്, അത് കാണിക്കാൻ പ്രത്യേകം ടേബിൾ ഉണ്ട്. അങ്ങനെ അഡ്വാൻസ് വാങ്ങിച്ച കാര്യം പിന്നീട് സെയിലായി മാറുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി പ്രത്യേകം ടേബിൾ ഉണ്ട്. അതുപോലെ നമ്മൾ ഏതൊക്കെ ഗുഡ്സ് ആണ്, ഏതൊക്കെ സർവീസ് ആണ് സെയിൽ ചെയ്യുന്നേ, പ്രൊവൈഡ് ചെയ്യുന്നേ, അതിന്റെ കോഡ്, HSN കോഡ്, SAC കോഡ്, അത് കാണിക്കാൻ പ്രത്യേകം ടേബിൾ ഉണ്ട്. അതുപോലെ സെയിൽ ബന്ധപ്പെട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ റേസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, സെൽഫ് ഇൻവോയ്സ്, റിവൈസ്ഡ് ഇൻവോയ്സ്, റിസീപ്റ്റ് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, ഡെലിവറി ചെല്ലാൻ, ഇ-വേ ബില്ല്, ഈ ഇൻവോയ്സ്, അങ്ങനെ പല വ്യത്യസ്ത ഡോക്യുമെന്റ്സ് റേസ് ചെയ്യും സെയിൽ ബന്ധപ്പെട്ട്. അതെല്ലാം എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതിന് പ്രത്യേകം ടേബിൾ ഉണ്ട്. ക്ലിയർ അല്ലേ? അതുപോലെ നമ്മൾ ഇലക്ട്രോണിക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ സെയിൽ ചെയ്യും, ECO, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ സെയിൽ ചെയ്യും, അത് കാണിക്കാൻ പ്രത്യേകം ടേബിൾ ഉണ്ട്. ഇനി പ്രീവിയസ് മന്തിന്റെ GSTR1 ഫയൽ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ അത് അമെന്റ്മെന്റ് നടത്താൻ വേണ്ടി പ്രത്യേകം ടേബിൾ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് GSTR1 എന്ന ഫോമിനകത്ത് കൃത്യമായി പറഞ്ഞാൽ 23 ടേബിൾസ് വരുന്നുണ്ട്. നമ്മൾ 23 ടേബിൾസും കൃത്യമായിട്ട് പഠിച്ച ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് GSTR1 ഓൺലൈൻ ഫയലിംഗ് പഠിക്കാൻ ശ്രമിക്കാവൂ. നമ്മളിവിടെ അങ്ങനെ പഠിപ്പിക്കുന്നത്. 23 ടേബിളിനെ പറ്റി ഒരു ധാരണയും ഇല്ലാതെ GSTR1 ഓൺലൈൻ ഫയലിംഗ് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ കംപ്ലീറ്റ് ഡൗട്ട്സ് ആയിരിക്കും വരുന്നത്, ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് പഠിക്കും. അതുപോലെ അടുത്ത GSTR3B ആണ്. GSTR3Bന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചാൽ, ആ ഒരു മാസം എത്ര GST ആണ് നമ്മൾ ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത്, ടാക്സ് പേ ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി റിട്ടേൺ ഫോമാണ് ഇത് GSTR3B. ടാക്സ് പേയ്മെന്റ് ചെയ്യുക മാത്രമാണ് GSTR3Bന്റെ ആവശ്യം. 3Bയെ കൊണ്ട് മറ്റൊരു ആവശ്യവുമില്ല. ഓക്കെ അല്ലേ? എന്നാ ഡ്യൂ ഡേറ്റ് വരുന്നേ? ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് മന്ത് 20th വരുന്നത് കേട്ടോ. നെക്സ്റ്റ് മന്ത് 20th ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏത് മാസം, ഏപ്രിൽ മാസം അല്ലേ? ഏപ്രിൽ മാസത്തെ GSTR3B എന്നാ ചെയ്യേണ്ടത്? അടുത്ത മാസം മെയ് മാസം 20ാം തീയതിക്കുള്ളിൽ. മെയ് 20 കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് ഫീ വരും, ഇൻട്രസ്റ്റ് വരും. നമ്മൾ ചെയ്യേണ്ടത്
ഏപ്രിൽ മാസം 1 മുതൽ ഏപ്രിൽ മാസം 30 വരെ നടന്ന സെയിൽസ് പർച്ചേസിന്റെ അടിസ്ഥാനത്തിൽ എത്ര GST ആണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടി വരിക എന്ന് നമ്മൾ എന്ത് ചെയ്യുക? സെൽഫായിട്ട് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ടേഷൻ നമ്മൾ പഠിക്കും. ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ഇൻപുട്ട് സെറ്റ് ഓഫ് ഒക്കെ വെച്ച് ആ സിസ്റ്റമാറ്റിക് റൂളൊക്കെ നമ്മൾ പഠിപ്പിക്കും. അത് വെച്ച് എങ്ങനെയാണ് ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക, അങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് ആ ടാക്സ് എമൗണ്ട് നമ്മൾ GSTR 3Bയിലൂടെ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്, ഓൺലൈൻ ചെല്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ പേയ്മെന്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ. GSTR 1 പോലെ ഒരു ഡീറ്റെയിൽഡ് ഫോം ഒന്നും അല്ല GSTR 3B. സോ GSTR 3B ഒരു സമ്മറി ഫോമാണ്. അതുകൊണ്ട് തന്നെ GSTR 1 പോലെ 23 ടേബിൾ ഒന്നും GSTR 3Bയിൽ വരുന്നില്ല. GSTR 3Bയില് ജസ്റ്റ് എത്രയേ ഉള്ളൂ? ജസ്റ്റ് 6 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? യെസ്. എല്ലാവർക്കും സൗണ്ട് എല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? എന്തെങ്കിലും ബുദ്ധിമുട്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ, സൗണ്ട് ബ്രേക്ക് ആവുകയോ സ്ക്രീൻ കാണാതിരിക്കുകയോ കാര്യങ്ങൾ ക്ലിയർ ആവാതിരിക്കുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ ഒന്ന് പറയണേ. എനിക്കത് അറിയാൻ പറ്റത്തില്ല. ഓക്കെ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്ക് ഇപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത് രജിസ്ട്രേഷൻ പഠിക്കും. രജിസ്ട്രേഷൻ എടുക്കുന്ന ഫോമിന്റെ പേര് REG01. ദെൻ GSTR 1ഉം GSTR 3Bയും മന്ത്ലി ഫയലിംഗ് ആണ്, പഠിക്കും. ദെൻ അടുത്ത് പഠിക്കേണ്ട കാര്യം, നമ്മൾ ഈ GSTR 1ഉം GSTR 3Bയും മന്ത്ലി ഫയലിംഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു 3 പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും വരും. ഒരു 3 പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉറപ്പായിട്ടും വരും. അതായത് ആ ഒരു 3 ഫോം ഉണ്ട്, ആ 3 ഫോമിന്റെ സഹായം വേണ്ടി വരും 1ഉം 3Bയും മന്ത്ലി ഫയൽ ചെയ്യാൻ. ആ 3 ഫോമിന്റെയും സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് 1ഉം 3Bയും ഫയൽ ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ആ 3 ഫോമിന്റെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ആ 3 ഫോമിന്റെ പേര് പറഞ്ഞു പോകാം. ഒന്ന് GSTR 1A, 2 GSTR 2A, 3 GSTR 2B. ക്ലിയർ അല്ലേ? ഈ 3 ഫോമും വളരെ പ്രധാനപ്പെട്ട ഫോംസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ. ദെൻ നമുക്ക് അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ആകുന്നു. 12 മാസമല്ലേ ഒരു വർഷം? മന്ത്ലി GSTR 1 ഫയൽ ചെയ്യുന്നു, GSTR 3B നമ്മൾ ഫയൽ ചെയ്യുന്നു. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ആകുന്നു. ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോ നമ്മൾ ഒരു വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതിന്റെ പേരാണ് GSTR 9. എന്താണ് GSTR 9? GSTR 9 എന്ന് പറഞ്ഞാൽ അതൊരു സമ്മറിയാണ്. എന്തിന്റെ സമ്മറിയാണ്? സമ്മറി ഓഫ് 12 മന്ത്, 12 മാസം നമ്മൾ ചെയ്ത GSTR 1ന്റെയും GSTR 3Bന്റെയും ഒരു സമ്മറിയാണ് ഇത് GSTR 9. ഓക്കെ അല്ലേ? ഈ GSTR 9 വർഷാവസാനം എല്ലാവർക്കും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്കാണ് നിർബന്ധം? നമ്മുടെ വാർഷിക വിറ്റുവരവ്, അതായത് ആനുവൽ ടേൺ ഓവർ, ഒരു വർഷത്തെ നമ്മുടെ സെയിൽ എമൗണ്ട് എബോ 2 CR, 2 കോടിക്ക് മേലെ പോയിട്ടുള്ളവർക്ക് മാത്രമാണ് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ GSTR 9 നിർബന്ധമായിട്ടും ചെയ്യേണ്ടത്, മാൻഡേറ്ററി. ക്ലിയർ അല്ലേ? എന്നാൽ ബിലോ 2 CR, 2 കോടിക്ക് ബിലോ ഉള്ളവർക്ക് GSTR 9 ചെയ്യണ്ട എന്നല്ല,
വേണമെങ്കിൽ ചെയ്യാം. ഇറ്റ്സ് ഓപ്ഷണൽ ആണ്. ക്ലിയർ അല്ലേ? ഇതെന്താണ്? ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ. ഇനി ഈ GSTR 9 എന്നാ ചെയ്യേണ്ടത്? ഡ്യൂ ഡേറ്റ് നമ്മുടെ ഇയർ എന്ന് അവസാനിക്കും March 31 ആകുമ്പോൾ ആ വർഷം അവസാനിക്കും അല്ലേ? ദെൻ ഏപ്രിൽ ആകുമ്പോൾ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിന്റെ 31 ഡിസംബർ ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. അതായത് ഇപ്പോ കംപ്ലീറ്റ് ആയ ഇയർ ഏതാണ്? 2024-25 ഇപ്പൊ കംപ്ലീറ്റ് ആയത് മാർച്ച് മാസം. ഈ 2024-25 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR 9 ഡ്യൂ ഡേറ്റ് എന്ന ലാസ്റ്റ് ഡേറ്റ് 2025 ഈ വർഷം ഡിസംബർ മാസം 31 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. അതിനുള്ള എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക. ലേറ്റ് ആയ നമുക്ക് എന്ത് വരും? ലേറ്റ് ഫീ നമുക്ക് വരും. നമ്മളതൊക്കെ പഠിക്കും. ദെൻ ഈ GSTR 9 എന്ന ഫോമില്ലേ, നമ്മൾ ഫയലിംഗ് ചെയ്യേണ്ട ഫോം ആണല്ലോ. അപ്പൊ ഈ GSTR 9 എന്ന ഫോമിനകത്ത് ടോട്ടൽ ടേബിൾസ് 19 എണ്ണം ഉണ്ട്. 19 ടേബിൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട റിട്ടേൺ ഫോമിനകത്ത് എത്ര ടേബിൾ ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെല്ലാം പഠിച്ചു തന്നെ പോകണം. അതെല്ലാം ഞാൻ പഠിപ്പിക്കും. ഞാനൊരു റിട്ടേൺ ഫയലിംഗ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് സൈറ്റ് ഓപ്പൺ ചെയ്ത് GSTR 1 ആയിക്കോട്ടെ, 3B ആയിക്കോട്ടെ, 9 ആയിക്കോട്ടെ, ഏത് ഫോം ആയിക്കോട്ടെ, ഞാൻ ഓപ്പൺ ആക്കിയാൽ നിങ്ങൾ ആ റിട്ടേൺ ഫോമിൽ കാണുന്ന ഒരു ഓപ്ഷൻ പോലും പറയാതെ ഞാൻ പോകത്തില്ല. നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ പോലും ഡൗട്ടോട് കൂടി ക്ലാസ് അവസാനിപ്പിക്കത്തില്ല. എല്ലാം കംപ്ലീറ്റ് എന്തുകൊണ്ടാണ് ആ ഓപ്ഷന്റെ ആവശ്യം, അവിടെ എല്ലാ കോൺസെപ്റ്റ് ലോജിക് ഒക്കെ പറഞ്ഞേ പോകത്തുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒരിക്കലും വരത്തില്ല. ഓക്കെ, ദെൻ അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, GSTR 9 ചെയ്ത ശേഷം വർഷ അവസാനം ചെയ്യുന്ന മറ്റൊരു ഫോമാണ് GSTR 9C. അതായത് ആഫ്റ്റർ ഫയലിംഗ് ഓഫ് GSTR 9 നമ്മൾ ചെയ്യുന്ന ഫോമാണ് ഏത്? GSTR 9C. 9C എന്ന് പറഞ്ഞാൽ അതൊരു റീകൺസിലിയേഷൻ ഫോമാണ്. നമ്മൾ ഈ നമ്മുടെ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യാറുണ്ട് അല്ലെ? നമുക്ക് അറിയാം. അതായത് എന്താ? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ബാങ്കിന്റെ ലെഡ്ജർ ബുക്കും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും, റീകൺസിലിയേഷൻ നടത്തും അല്ലെ? അതേമാതിരി ഇവിടെ എന്തുണ്ട്? ഒരു റീകൺസിലിയേഷൻ ഉണ്ട്, കമ്പാരിസൺ ഉണ്ട്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും, വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി. അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത GSTR 9 എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ചെയ്ത ഫോം അല്ലേ? ഇയർലി ചെയ്ത ഫോം ആണല്ലോ. അതായത് 12 മാസത്തെ നമ്മുടെ 1ന്റെയും 3Bന്റെയും സമ്മറി നമ്മൾ ചെയ്ത GSTR 9 അത് ഏതുമായിട്ടാണ് റീകൺസിൽ നടത്തുന്നേ, കമ്പാരിസൺ നടത്തുന്നേ? ഓഡിറ്റ് ചെയ്യപ്പെട്ട ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പാരിസൺ നടത്തുന്നത്. അതായത് ഓഡിറ്റ് ചെയ്യപ്പെട്ട നമ്മുടെ ട്രയൽ ബാലൻസ്, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മുടെ ബാലൻസ് ഷീറ്റ്, അതുമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കമ്പാരിസൺ നടത്തേണ്ടതാണ്. ക്ലിയർ അല്ലേ? അങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുകയാണ്. ക്ലിയർ? എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുകയാണ്. നമ്മൾ GSTR 9 പ്രകാരം നമ്മുടെ സെയിൽ എമൗണ്ട് 10 ലക്ഷമാണ്. എക്സാമ്പിൾ, GSTR 9 പ്രകാരം നമ്മുടെ സെയിൽ 10 ലക്ഷമാണ്. എന്നാൽ പക്ഷേ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത GSTR 9C പറയുന്നു, അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു 10 ലക്ഷമല്ല 11 ലക്ഷമുണ്ട് ടേൺ ഓവർ എന്ന്. അപ്പോ 1 lakh അധികമായിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് കാണുന്നത്. അപ്പൊ ആ 1 lakh എങ്ങനെ അധികം വന്നു, അതിന്റെ റീസൺ എന്താണ്, എന്തുകൊണ്ട് ആ ചേഞ്ച് വന്നു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? GSTR 9C കാണിക്കേണ്ടി വരും. ക്ലിയർ അല്ലേ? കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എന്ത് വ്യത്യാസം വന്നോ ആ വ്യത്യാസം വന്ന എമൗണ്ട് 9C കാണിക്കുക. ആ വ്യത്യാസം വരാൻ എന്താണ് കാരണം, റീസൺ എന്ത് ചെയ്യുക? 9C കാണിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ പക്ഷേ ഈ GSTR 9C അങ്ങനെ എല്ലാവർക്കും നിർബന്ധമില്ല. GSTR 9 2 കോടിക്ക് മേലെ ഉള്ളവർക്ക് നിർബന്ധമെങ്കിൽ GSTR 9C നിർബന്ധം. എബോ
5 ഇയർ ആണ്. നമ്മുടെ വാർഷിക വിറ്റുവരവ് 5 കോടിക്ക് മേലെ ഉള്ളവർക്ക് മാത്രമേ GSTR9 നിർബന്ധമുള്ളൂ. ക്ലിയർ അല്ലേ? ഡ്യൂ ഡേറ്റ് സെയിം ആണ്. GSTR9 സെയിം ഡ്യൂ ഡേറ്റ് ആണ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ 31 ഡിസംബർ. ഓക്കെ, നമ്മളൊന്ന് പഠിക്കും. ടോട്ടൽ GSTR9Cക്കകത്ത് 17 ടേബിൾസ് ഉണ്ട് കേട്ടോ. 17 ടേബിൾസ് ഉണ്ട്. GSTR1 എത്ര ടേബിൾ ഉണ്ട്? 23 ടേബിൾസ് ഉണ്ട്. GSTR3Bയിലോ 6 ടേബിൾ ഉണ്ട്. GSTR9 19 ടേബിൾസ് ഉണ്ട്. GSTR9C 17 ടേബിൾസ് ഉണ്ട്. നമ്മൾ പഠിക്കും. അടുത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, GSTയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയും. ക്ലിയർ അല്ലേ? സെക്ഷൻ 10 CGST ആക്ട് പറയുന്ന ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സ്കീമാണ് ഇത്, കോമ്പോസിഷൻ സ്കീം കേട്ടോ. അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനം ആദ്യമായിട്ട് GST രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻ വരും. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ നോർമലി ഉള്ള രജിസ്ട്രേഷൻ എടുക്കാം. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷണൽ സ്കീമായ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ മുമ്പിൽ വരും. അപ്പോ നോർമൽ സ്കീമിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ബിസിനസ് അനുയോജ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, സാധാരണയുള്ള എല്ലാവരും എടുക്കുന്ന നോർമൽ സ്കീം പ്രകാരം GST എടുക്കാം. എന്നാൽ സെക്ഷൻ 10 പ്രകാരം പറയുന്ന കോമ്പോസിഷൻ സ്കീമിന്റെ റൂളൊക്കെ വായിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ ബിസിനസ്സിന് അനുയോജ്യമാണെങ്കിൽ ആ സ്കീം എടുക്കാം. എന്നാൽ നമ്മുടെ രാജ്യത്ത് 90% ബിസിനസ് സ്ഥാപനങ്ങളും സാധാരണയുള്ള നോർമൽ സ്കീം പ്രകാരമാണ് GST എടുത്തേക്കുന്നത്. ബാക്കി 10% മാത്രമാണ് കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾ സങ്കല്പിക്കുക, ഇത് നോർമൽ സ്കീം പ്രകാരം GST എടുത്തവർക്ക് മാത്രമാണ് ഞാൻ മുകളിൽ പറഞ്ഞ റിട്ടേൺസ് ഒക്കെ ആവശ്യം. കോമ്പോസിഷൻ സ്കീം പ്രകാരമാണ് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം GST എടുത്തേക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരമാണ് GST എടുത്തതെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പറഞ്ഞ ഒന്നും ബാധകമല്ല. GSTR1 ഫയൽ ചെയ്യേണ്ട, GSTR3B നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, GSTR1 ചെയ്യേണ്ട, 2A വേണ്ട, 2B ആവശ്യമില്ല, ഇയർലി ഫോമായ GSTR9 വേണ്ട, 9C വേണ്ട, അതൊന്നും ആവശ്യമില്ല. മാത്രമല്ല നിങ്ങൾക്ക് മന്ത്ലി മാസം തോറും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ക്വാർട്ടേർലി 3 മാസം കൂടുമ്പോ ഒരു ഫയലിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് CMB08 എന്ന് പറയും. ക്ലിയർ അല്ലേ? യെസ്, അത് ഫയൽ ചെയ്യുക. ദെൻ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ആനുവൽ ഫയലിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് GSTR4. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. ഇത് 2 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഫയൽ ചെയ്യേണ്ടത്. CMB08 ക്വാർട്ടേർലി ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഏപ്രിൽ, മെയ്, ജൂൺ, ഇതൊരു ക്വാർട്ടർ അല്ലേ? ഈ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഈ 3 മാസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് ഏതാ, ജൂലൈ മാസം 18-ാം തീയതിയാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇപ്പൊ ലാസ്റ്റ് ക്വാർട്ടർ ഏതാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ആ ക്വാർട്ടറിന്റെ CMB08 ഫയൽ ചെയ്യേണ്ടത് ഈ ഏപ്രിൽ മാസം 18-ാം തീയതിക്കുള്ളിൽ. അങ്ങനെ കേട്ടോ. എന്നിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ആനുവൽ ഫയലിംഗ് ചെയ്യേണ്ട GSTR4. അതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഏതാ, ഏപ്രിൽ, അതായത് ഈ മാസം. അതായത് ഇയർ എന്ന് അവസാനിക്കും, മാർച്ച് 31 ആകുമ്പോൾ ഇയർ അവസാനിക്കും അല്ലെ? ഇയർ അവസാനിച്ച് നെക്സ്റ്റ് മന്തായ ഈ മാസം 30th ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. എന്നാൽ ചെറിയൊരു മാറ്റം വന്നു. 2024-25 എന്ന് പറയുന്ന ഇപ്പൊ കംപ്ലീറ്റ് ആയ ഇയറിന്റെ GSTR4ന്റെ ഡ്യൂ ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ വർഷം മുതൽ GSTR4ന്റെ ഡ്യൂ ഡേറ്റ് ഏപ്രിൽ 30 ആയിരുന്നു ഇത്രയും വർഷക്കാലം. അത് മാറി ജൂൺ 30ലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും
കോമ്പോസിഷൻ സ്കീം പ്രകാരമായിരുന്നു പ്രീവിയസ് ഇയറിൽ ടാക്സ് അടച്ചു പോയതെങ്കിൽ നിങ്ങളുടെ ഇയർലി റിട്ടേൺ ഫോമായ GSTR 4 ഡ്യൂ ഡേറ്റ് 2025 ഏപ്രിൽ 30 അല്ല, പകരം ജൂൺ 30 അത് മാറ്റിയിട്ടുണ്ട്. എന്നാൽ പക്ഷേ ഈ ഇയറിന് മുമ്പുള്ള GST വന്ന അന്ന് മുതലുള്ള എല്ലാ ഇയറിനും ഏപ്രിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ കേട്ടോ, അങ്ങനെ ഈ ഇയർ മാത്രമാണ് മാറിയത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി ഈ GSTR 4 എന്ന് പറയുന്ന ഫോമിനകത്ത് ടോട്ടൽ ടേബിൾസ് 8 എണ്ണമുണ്ട്. CMP0 ചെറിയൊരു ഫോമാണ്, അതിനകത്ത് ടോട്ടൽ 4 ടേബിൾ മാത്രമേ വരുന്നുള്ളൂ. അതൊക്കെ പഠിക്കും. ഓക്കെ. ദെൻ നോർമൽ സ്കീം പ്രകാരം GST എടുത്തവർക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഏതാ ഫോമാ ചെയ്യുന്നത്? GSTR 9 അല്ലേ? എന്നാൽ ആ GSTR 9 2 കോടിക്ക് മേലെയുള്ളവർക്കല്ലേ നിർബന്ധമുള്ളൂ. പക്ഷേ കോമ്പോസിഷൻ സ്കീമുകാർക്ക് ഇയർലി ചെയ്യുന്ന ഫോമായ GSTR 4 അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല, എല്ലാവർക്കും നിർബന്ധമായിട്ടോ. ക്ലിയർ അല്ലേ? നോ ലിമിറ്റ്, കേട്ടോ. നിങ്ങൾ കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സ്ഥാപനമാണോ, വർഷ അവസാനം GSTR 4 മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്, ചെയ്തിരിക്കണം, ഒരു മാറ്റവുമില്ല. നമ്മൾ പഠിക്കും. ദെൻ അടുത്ത് പഠിക്കേണ്ട പ്രാക്ടിക്കൽ കാര്യം, എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ടാക്സ് ഇൻവോയ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ബിൽ ഓഫ് സപ്ലൈ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, റിവൈസ്ഡ് ഇൻവോയ്സ്, സെൽഫ് ഇൻവോയ്സ്, അതുപോലെ റിസീപ്റ്റ് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, ഡെലിവറി ചെല്ലാൻ, ഇ-വേ ബില്ല്, ഈ ഇൻവോയ്സ്, അങ്ങനെ പല ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ പഠിക്കും. അതിൽ ഇ-വേ ബില്ലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ്. ഇ-വേ ബില്ലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ദെൻ ഈ ഇൻവോയ്സ് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഈ ഇൻവോയ്സ് മീൻസ് 5 കോടിക്ക് മേലെ ടേൺ ഓവർ ഉള്ള കമ്പനീസ് ആണ് ഇലക്ട്രോണിക് ഇൻവോയ്സ് ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കും അതൊക്കെ. ഓക്കെ. അപ്പോ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ 10 days വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത്. പക്ഷേ ഈ പറയുന്ന പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ച് തിയററ്റിക്കൽ ബേസ് അറിയണം. അതുകൊണ്ട് കുറച്ച് തിയററ്റിക്കൽ ബേസ് എന്ത് ചെയ്യും? ക്ലാസ്സിൽ പഠിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, എന്താണ് ഔട്ട്പുട്ട് GST, എന്താണ് ഔട്ട്പുട്ട് GST നമ്മൾ പഠിക്കും. എന്താണ് ഇൻപുട്ട് GST നമ്മൾ പഠിക്കും. എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം പഠിക്കും. എന്താണ് ബ്ലോക്ക്ഡ് ITC എന്ന് പഠിക്കും. എന്താണ് QRMB സ്കീം എന്ന് പഠിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ കുറച്ച് തിയററ്റിക്കൽ കാര്യം എന്ത് ചെയ്യാണ്ട് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന കുറച്ച് തിയററ്റിക്കൽ കാര്യങ്ങളും ബാക്കി ഈ പറയുന്ന അഡ്വാൻസ് ലെവൽ പ്രാക്ടിക്കൽ കാര്യങ്ങളും പഠിക്കുകയാണ് നമ്മുടെ ഈ 10 days വരുന്ന GST ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സെയിം പ്ലാറ്റ്ഫോം ആണ്, സൂം പ്ലാറ്റ്ഫോം ആണ് ക്ലാസ് വരുന്നത്. ലൈവ് ക്ലാസ് ആണ്. ക്ലാസ് ലൈവ് ആണെങ്കിലും ഇത് റെക്കോർഡിങ്ങുമായിരിക്കും. നേരത്തെ ആരോ ഗ്രൂപ്പിൽ ചോദിച്ചു റെക്കോർഡിംഗ് കിട്ടുമോ 10 days? ഉറപ്പായിട്ടും കിട്ടും. കാരണം നിങ്ങൾ ഏതെങ്കിലും ദിവസം ഇനി ലൈവ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാലും പ്രോബ്ലം ഇല്ല, ആ ദിവസത്തെ ക്ലാസ് റെക്കോർഡിംഗ് ആയിരിക്കും. ഞാൻ ഈ ഡെമോ ക്ലാസ്സും റെക്കോർഡ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഡെമോയിൽ ആരെങ്കിലും ജോയിൻ ആയിട്ടില്ലെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ആയതുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് കണ്ടാൽ മതി. റെക്കോർഡ് അയക്കും കേട്ടോ. ഇനി നമ്മൾ ഈ 10 days ഡെയിലി റെക്കോർഡ് അയക്കുമ്പോൾ അതിനെന്തെങ്കിലും സമയപരിധി ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്കിത് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. ക്ലിയർ അല്ലേ? യെസ്. ഇനി മറ്റൊരു പ്രത്യേകത, ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രാക്ടിക്കൽ അല്ലേ? ഈ പ്രാക്ടിക്കലായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ PDF നോട്ട് ഞാൻ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ആ നോട്ടിനകത്ത് ഞാൻ ഇവിടെ പറഞ്ഞ ഓരോ റിട്ടേൺ ഫോമിന്റെയും അതിനകത്തുള്ള എല്ലാ ടേബിൾ എക്സ്പ്ലനേഷൻ, അതിന്റെ കോൺസെപ്റ്റ്, എക്സാമ്പിൾ സഹിതം അതിൽ ഡീറ്റെയിൽഡ് അതിലുണ്ടാവും. ക്ലിയർ അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിപ്പിക്കുമ്പോൾ തന്നെ ആ നോട്ട് റെഫർ ചെയ്യാൻ സാധിക്കും.
ദെൻ അതുപോലെ തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം ആവശ്യമുള്ളവർക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയ ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ ഡൗട്ടുകൾ വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗട്ട് ക്ലിയറിംഗ് സപ്പോർട്ട് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് വേണ്ടി വന്നാൽ ഉറപ്പായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. വർക്ക് സപ്പോർട്ടും ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? അതിന്റെ കൂടെ ഞാൻ അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്ത് പറയുകയാണ്, ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് പഠിച്ചെടുത്താൽ സ്വന്തമായി ചെയ്യും, കംപ്ലീറ്റ് വർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഞാൻ എക്സ്ട്രാ ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ GST റിട്ടേൺസ് 6 മാസം വരെ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അതൊരു എക്സ്ട്രാ ഗ്യാരണ്ടിയാണ്. പക്ഷെ നിങ്ങൾ അതിനെ ആശ്രയിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു എക്സ്ട്രാ ഗ്യാരണ്ടി പറഞ്ഞേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് അങ്ങനെ സമീപിക്കാം. ഓക്കെ. ദെൻ അതുപോലെ തന്നെ നമുക്കിപ്പോ നടക്കുന്ന ക്ലാസ് ഏതാണ്? ഈ പറയുന്ന GST ആണ്. ക്ലിയർ അല്ലേ? എന്നാൽ മുമ്പ് നമുക്ക് ഇൻകം ടാക്സിന്റെയും അതുപോലെ TDSന്റെയും പ്രാക്ടിക്കൽ റിട്ടേൺസ് എങ്ങനെ ഫയലിംഗ് ചെയ്യാം എന്ന ക്ലാസ് മുമ്പ് നടത്തിയിരുന്നു. ഇതേപോലെ GST ഇപ്പൊ നടക്കുന്ന പോലെ മുമ്പ് ഇൻകം ടാക്സ് TDSന്റെ പ്രാക്ടിക്കൽ ഫയലിംഗ് ക്ലാസ് നടന്നിരുന്നു. അതിന്റെ റെക്കോർഡ് വീഡിയോ കംപ്ലീറ്റ് അവൈലബിൾ ആണ് ഇപ്പോ. അപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പേഴ്സണലായിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ അതിന്റെ റെക്കോർഡ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും കേട്ടോ, ഫ്രീ ആയിട്ട്. ഓക്കെ അല്ലേ? യെസ്. ദെൻ അതുപോലെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ക്ലാസ് ഫീ വരുന്നുണ്ട്, കോഴ്സ് ഫീ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓഫീസ് നിങ്ങളെ കോണ്ടാക്ട് ആക്കിയതാണ് എല്ലാവരെയും. സോ നമ്മുടെ ഈ കോഴ്സിന്റെ ഫീ ജസ്റ്റ് 3000 ആണ് ഫീ വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അതായത് ഈ 3000 എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ എമൗണ്ട് ആണ്. കാരണം ഞാൻ തന്നെ ഒരുപാട് പല പ്ലാറ്റ്ഫോം, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല പരസ്യങ്ങൾ കാണാറുണ്ട് GST ക്ലാസിന്റെ ഒക്കെ. അതിലൊക്കെ കാണുന്ന ഫീസ് 10,000 15,000 ഒക്കെ എമൗണ്ട് കാണുന്നേ. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ ഫീ ആണ്. പക്ഷേ ഫീസ് ചെറുതാണെങ്കിൽ പോലും ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്രയും ക്വാളിറ്റി, അത്രയും കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു പോകുന്നേ. ക്ലിയർ അല്ലേ? യെസ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർത്തായിരിക്കും. ദെൻ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക നാളെയാണ്. നാളെ വിഷു ആണ്. നാളെ നമ്മുടെ ഫസ്റ്റ് ഡേ ക്ലാസ് ആയിരിക്കും വരുന്നത്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നാളെ രാത്രി 9 മണിക്ക് ഇതേ സമയത്ത് നാളെ നമുക്ക് എന്തുണ്ടാകും? ക്ലാസ്. നമ്മുടെ ഫസ്റ്റ് ഡേ ക്ലാസ് നാളെ ഉണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ഡെമോ ക്ലാസ്സിലൂടെ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ഡൗട്ടുകൾ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അങ്ങനെ ടൈപ്പ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും നാളെ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ക്ലാസ് ഇപ്പൊ ഡെമോ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഈ 10 ഡേയ്സ് ക്ലാസ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ. സംശയമുള്ളവർക്ക് ചോദിക്കുകയും ചെയ്യാം. ഹലോ. പറയൂ. നമ്മള് ഇത് LLP അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. എന്തായാലും അത് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം വിളിച്ചാൽ മതി കേട്ടോ, സംസാരിക്കാം ഓ ഓ നമുക്ക്. ഓ ഓക്കെ, ഓ ശരി. നിങ്ങള് കിട്ടുന്ന നമ്പർ ഒന്ന് വാട്സപ്പിൽ അയക്കണം. ഓക്കെ, ശരി. എന്തായാലും നമുക്ക് ഈ പറയുന്ന GST ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ. ഓ ഓ ഓ ബാക്കി സംശയങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി? എന്നെ പേഴ്സണലി കോൺടാക്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ശരി ശരി. ഓക്കെ. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ, അതുകൊണ്ടാണ്. മനസ്സിലായി. ഓക്കെ. സോറി. ശരി. ഓക്കെ, ശരി.
ഉം. ഹലോ. പറയൂ പറയൂ. വണക്കം കുട്ടിക്കല്. നമസ്കാരം സാറേ. നമസ്കാരം, പറയൂ. നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അടുത്ത 10 days ആഫ്റ്റർ അത് നമുക്ക് അറിയില്ല കേട്ടോ. അത് നമ്മള്, കാരണം നമ്മുടെ ഇതൊരു ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമല്ല, ടാക്സിന്റെ കൺസൾട്ടൻസി ഓഫീസാണ്. നമുക്കിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ക്ലാസ് നടത്തി വരുന്നേ ഉള്ളൂ. അടുത്ത ബാച്ച് ഉണ്ടാകും, പക്ഷെ എന്നാന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ അതെ, അല്ല ഈ സമയത്തെ നമ്മളെ ഓക്കെ ഓഫീസ് സ്റ്റാഫിന് വേണ്ടിയിട്ട് കൊടുക്കാൻ ഒരു വേണ്ടിയിട്ടായിരുന്നു. കാര്യം ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് റെക്കോർഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ഫ്രീ ടൈമിൽ കാണാം. കാണുമ്പോൾ ഡൗട്ട് വന്നാൽ ഇതുപോലെ തന്നെ വിളിച്ചാൽ മതി, സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ശരി, ഓക്കെ, നോക്കട്ടെ. ഇന്ന് മകനും ഓക്കെ, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടേ. അവനാ. ആയിക്കോട്ടെ. ഓക്കെ, ശരി ഒരാൾ സാർ. ജോയിൻ ആയാൽ മതി. എത്ര പേർക്കണോ അറ്റൻഡ് ചെയ്യട്ടെ ക്ലാസ്, അത് ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ശരി ശരി. ഇതിലിപ്പോ ചാറ്റ് ബോക്സിൽ പേര് ടൈപ്പ് ചെയ്ത് നിസാർ ബാബു ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേര് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മനോജ് കുമാർ, ഓക്കെ, ഞാൻ പേര് അപ്ഡേറ്റ് ചെയ്യാം. നാളെ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യും. സെബാസ്റ്റ്യൻ പേര് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മനാഫ്, ഓക്കെ. ദെൻ സനിൽ, ഞാൻ പേര് അപ്ഡേറ്റ് ആക്കുന്നുണ്ട്. ദെൻ സ്മികേഷ്, ഓക്കെ, ഞാൻ പേര് അപ്ഡേറ്റ് ആക്കാം. അതുപോലെ നൗഫൽ, ഓക്കെ, ഞാൻ പേര് അപ്ഡേറ്റ് ആക്കുന്നുണ്ട്. ടോമി, ഓക്കെ, ശരി. അപ്പൊ ഇത്രയും പേരാണ് ജോയിൻ ചെയ്യുന്നു പറയുന്നവർ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട്? എന്തെങ്കിലും ചോദിക്കാം. CG, ഓക്കെ, ഓക്കെ, ശരി. അപ്പം ഇത്രയും പേരാണ് ജോയിൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, മറ്റാരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടോ? ഈ പേര് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കാര്യം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇതായിരുന്നു, അത് ഞാൻ ഈ ഡെമോ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, അത് പഠിപ്പിക്കുന്നുണ്ടോ, എങ്കിലേ ഞാൻ ജോയിൻ ആയിട്ട് കാര്യമുള്ളൂ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ക്ലിയർ? നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇ-വേ ബില്ല് എക്സ്പ്ലനേഷൻ ക്ലാസ്സിലുണ്ട്, ഉറപ്പായിട്ടും കേട്ടോ, ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാകും. സെക്ഷൻ 68, സെക്ഷൻ 138 പ്രകാരമുള്ള കാര്യങ്ങൾ ഇതിലുണ്ടാവും കേട്ടോ. കംപ്ലീറ്റ് തിയററ്റിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇ-വേ ബില്ല് ബന്ധപ്പെട്ട് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് ഒരു ഇ-വേ ബില്ലൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ പല കേസിലും ഡൗട്ടുകൾ ഇങ്ങനെ വരും. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാമോ, അങ്ങനെയൊക്കെ. പക്ഷെ അതിന്റെ ആ ഒരു റൂളും അതിന്റെ ആ സെക്ഷനും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്താൽ പിന്നെ എന്ത് വരില്ല, പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഡൗട്ട് ഒന്നും വരത്തില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച ഡൗട്ട് വരത്തില്ല. ക്ലിയർ അല്ലേ? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഡൗട്ട് വരികയും നമ്മൾ ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ വിളിച്ച് ചോദിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ആ ആൾ ഡൗട്ട് പറഞ്ഞു തരും, പക്ഷെ എങ്കിലും അതിൽ പൂർണ്ണത ഉണ്ടാവത്തില്ല. ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാ? നമുക്ക് A മുതൽ Z വരെ അറിയത്തില്ല. ഇടയ്ക്ക് മാത്രം ആ ആൾ പറഞ്ഞു തന്നാൽ നമുക്ക് എങ്ങനെ ക്ലാരിറ്റി കിട്ടും? ലോജിക്ക് മനസ്സിലായോ? അങ്ങനെ കേട്ടോ. ഓക്കെ. സാറേ, ഒരു ക്വസ്റ്റ്യനേ. ആ, ഹലോ. അതായത് ഈ ഫോം നമ്പർ 9 ഉണ്ടല്ലോ, അതെ അത് നമ്മളിപ്പോ 2 കോടിയാണല്ലോ സാറ് പറഞ്ഞത്. 2 കോടി അതെ രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് അടച്ചാൽ മതി, അതുവരെ ഉള്ളവർക്ക് അതെ അതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളെ പൊസിഷനോ അല്ലെങ്കിൽ ഒരു ബാങ്കിലെ ഒരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ ഒക്കെ ടേൺ ഓവറിലുള്ള സാധനത്തിന് ഫുള്ള് അങ്ങനെ അടച്ചാൽ എന്തെങ്കിലും ഗുണകരമായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ കൊണ്ട് കാര്യമില്ലേ? ടേൺ ഓവർ ആ പറയുന്ന എമൗണ്ട് മേലെ പോയാൽ ആ ആ, 9 എന്ന ഫോം ചെയ്യേണ്ടതാണ്. ക്ലിയർ ചെയ്യേണ്ടതാണ്. അല്ലേ? അതെ അല്ലാതെ ഇപ്പൊ ഞാനിപ്പം പേഴ്സണലി ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 7 ലക്ഷം 8 ലക്ഷം ഒക്കെ ടേൺ ഓവർ കാണിച്ച് അതിന്റെ ഫീ ആണ് ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതിനെ കൊണ്ട് വല്ല ഗുണങ്ങളുണ്ടോ, വെറുതെ നമ്മൾ അടച്ച് പോവാണോ? ഒരു കാര്യം ചെയ്യും, താങ്കളേക്ക് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. നമ്പർ ഇവിടെ ഓ, ഞാൻ ടൈപ്പ് സാറിനെ ചെയ്യാം. വിളിക്കാം സാർ. ഇവിടെ ഓക്കെ ടൈപ്പ് ഓക്കെ ചെയ്യാം. ആ, ഇവിടെ നോക്കി സേവ് ചെയ്യുക. 8137835422 കേട്ടോ. എന്റെ പേര് ഓക്കെ അരവിന്ദ് ആണ്. ആ, ഓക്കെ, ഓക്കെ സാർ. ഓക്കെ ശരി, ഇതൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ ഓ ഓഫീസിൽ 12 മണി വരെ ഉണ്ടാവും, എന്നെ വിളിക്കാം. ഓക്കെ.
ശരി, ഓക്കെ താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, ശരി. ദെൻ ഫസിൽ ഫാന് ചോദിക്കുന്നത് 2 കോടിക്ക് താഴെ വരുന്ന ബിസിനസ്സിന് GST ആവശ്യമില്ലല്ലോ. അയ്യോ, അങ്ങനെയല്ല. 2 കോടി എന്ന് പറയുന്നത് GSTR 9 എന്ന വാർഷിക റിട്ടേൺ ഫോമിന്റെ ലിമിറ്റ് ആണ്. ക്ലിയർ അല്ലേ? നമ്മുടെ ബിസിനസിന്റെ ടേൺ ഓവർ സർവീസ് ആണെങ്കിൽ 20 ലക്ഷം, ഗുഡ്സ് ആണെങ്കിൽ 40 ലക്ഷം. ആ 40 ലക്ഷം കടന്നാൽ നിർബന്ധമായിട്ടും GST എടുക്കണം കേട്ടോ. സെക്ഷൻ 22 വായിച്ചാൽ മതി. CGST ആക്ടിന്റെ സെക്ഷൻ 22 അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ഇനി GST ഓഡിറ്റ് ആൻഡ് നോട്ടീസസ് റിപ്ലൈ ഉറപ്പായിട്ടും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയും കേട്ടോ. ഓക്കെ. GST 9C പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറത്തിക്കൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു പോകും. ഇതെല്ലാം ഇൻക്ലൂഡിങ് ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. സോ മറ്റെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സാർ, ഈ ഡേ ബുക്ക് വെക്കേണ്ടത് ഉണ്ടോ നിർബന്ധമായിട്ടും? നമ്മളിപ്പോ ചെറിയ ബില്ലുകളൊക്കെ കൊടുക്കുന്ന അതിന് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചോദിച്ചാൽ മതി അല്ലേ? അതായിരിക്കും കുറച്ചും കൂടെ. അതിനെ പറ്റിയിട്ട് നമ്മൾ പറയും കേട്ടോ. ഓക്കെ, ഓക്കെ. ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. മറ്റെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, ക്ലാസ് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ആയതെങ്കിൽ ആ ഡെമോന്റെ റെക്കോർഡ് വീഡിയോ ഒരു 15 മിനിറ്റ് അതിനുള്ള ഗ്രൂപ്പിൽ അയക്കാം. കണ്ട ശേഷം സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്തോ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ രാത്രി 9 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, ശരി, ഓക്കെ.